നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം, 5 പേർക്ക് ഗുരുതര പരിക്ക്. ഇ ഡി സംഘത്തെ ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. താരസംഘടനയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇ ഡി എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ പേടിക്കുന്നവനല്ല പിണറായി എന്ന് എം സ്വരാജ്. രാജി പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം, 5 പേർക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കായ ഹാപ്പി ലാൻഡിൽ അപകടത്തിൽ 30-ലധികം പേർക്ക് പരിക്ക്. 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. തമിഴ്നാട് നാഗർകോവിലിൽ നിന്ന് വിനോദയാത്രയ്ക്കെത്തിയ ഒരു കുടുംബത്തിലെ 5 പേരും അപകടത്തിൽപ്പെട്ടു. അപകടം നടന്നത് റൈഡ് പ്രവർത്തിക്കുന്നതിനിടെ. 15 പേരോളം റൈഡിൽ ഉണ്ടായിരുന്നതായും ആളുകൾ പറയുന്നു. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പാർക്കിന് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആംബുലൻസ് സൗകര്യമോ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളോ ഒന്നും തന്നെ പാർക്കിൽ ഇല്ല എന്നും നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റവരെ ആദ്യം കൊണ്ടുപോയത് മാലിന്യം മാറ്റുന്ന വാഹനത്തിലാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇ ഡി സംഘത്തെ ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഇ ഡി സംഘത്തെ ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ, അമൽ എന്നിവരെയാണ് പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. അറസ്റ്റിലായവർ ഉൾപ്പെടെ 300 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, കൃത്യനിർവഹണ തടസ്സം, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. താരസംഘടനയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. താരസംഘടനയായ അമ്മയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുക്കു പരമേശ്വരൻ, അൻസിബ ഹസൻ, ടിനി ടോം എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമ്മ നേതൃത്വത്തിന് മുന്നിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് അൻസിബ. നിഷ്പക്ഷ സമിതിയെ നിയോഗിക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സമിതിയിൽ ഉണ്ടാകണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. ഇ ഡി എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ പേടിക്കുന്നവനല്ല പിണറായി എന്ന് എം സ്വരാജ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകളിൽ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും വിമർശിച്ച എം സ്വരാജ്, ഇ ഡി എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ പേടിച്ചു പോകുന്ന ആളല്ല പിണറായി വിജയനെന്നും അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ ഇ ഡിക്കോ അവരെ പറഞ്ഞുവിട്ടവർക്കോ കഴിയില്ലെന്നും സ്വരാജ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ എന്ന ഒറ്റ കാരണത്താൽ പിണറായി വിജയനെയും പാർട്ടിയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും എം സ്വരാജ് പറഞ്ഞു. രാജി പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മന്ത്രിസഭാംഗങ്ങൾക്കായി വസതിയിൽ ഒരുക്കിയ പ്രഭാത ഭക്ഷണ വിരുന്നിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സിദ്ധരാമയ്യയുടെ വസതിയിൽ എത്തിയിരുന്നു. ഇന്ന് തന്നെ രാജി ഗവർണർക്ക് കൈമാറും. സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. 2.5 വർഷം പിന്നിടുമ്പോൾ അധികാരം ഒഴിയാമെന്ന് കരാറുണ്ടായിരുന്നതായി DK വിഭാഗം പറയുന്നു. ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ AICC നേതൃത്വവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സിദ്ധരാമയ്യ സ്ഥാനം ഒഴിയുന്നത്.